ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ ചെറിയ കുട്ടി ക്രൈഫിഷുകളെ നമ്മൾ വിരിഞ്ഞിറങ്ങിയതിന് ശേഷം ഇട്ട ഒരു ടാങ്കാണ്. അപ്പോൾ എല്ലാ ടാങ്കുകളിലും നമ്മൾ വലകൾ മുറിച്ചിടാറുണ്ട്. ചെറിയ ടാങ്കുകളിലെല്ലാനും ബ്രൂഡുകളുടെ ടാങ്കിൽ വല ഇടാറില്ല, ചെറിയ കുട്ടികളുടെ ടാങ്കിൽ വല ഇടാറുണ്ട്. ആ വലയുമെല്ലാം അവർ പറ്റി പിടിച്ചിരിക്കുന്ന കാഴ്ചയെ കാണുന്നത്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വലിയ ടാങ്കിൽ ബ്രൂഡുകൾ കിടക്കുന്ന ഈ ഒരു വലിയ ടാങ്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അത്യാവശ്യം എല്ലാ ബ്രിക്കിൻ്റെ മുകളിലാണ് ഇവർ കയറിയിരിക്കുന്നത്. മുകളിൽ ഒരു തുള്ളി വെള്ളമില്ല. അപ്പോൾ നമ്മളെപ്പോഴും ടാങ്കുകൾ ക്രൈഫിഷുകളുടെ ക്രമീകരിക്കുമ്പോൾ അവർക്ക് വെള്ളത്തിൽ നിന്നും മുകളിൽ വന്ന് നിൽക്കാൻ പാകത്തിന് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒന്നുകിൽ വെള്ള പ്ലാന്റുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണങ്ങിയ വുഡുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വല തന്നെയായാലും കുഴപ്പമില്ല. എന്ത് തന്നെയായാലും ഓരോ ടാങ്കുകളിലും അവർക്ക് മുകളിൽ വന്ന് നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു സജ്ജീകരണം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ക്രൈഫിഷുകൾ വെള്ളത്തിലും കരയിലും അവർക്ക് ഒരുപോലെ ജീവിക്കാനായിട്ട് കഴിവുള്ള ജീവികളാണ്. കരയിൽ ഒരുപാട് ദിവസങ്ങൾ ജീവിക്കുന്നല്ല, ജലത്തിൻ്റെ ഒരു അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ കരയിൽ അവർ കുറച്ച് ദിവസം പിടിച്ചേക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളത്തിൽ മാത്രമല്ല കരയിലേക്ക് കയറി നിൽക്കാനുള്ള സജ്ജീകരണം വളരെ നല്ലതാണ്. കാരണം വെള്ളത്തിൻ്റെ pH മാറുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ ദഹനക്കേടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് കയറിയിരുന്ന് റിലാക്സ് ചെയ്യാനും അവിടെ നിന്നുള്ള ആ ഡയറക്റ്റ് ഓക്സിജനൊക്കെ ശ്വസിക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റ് ക്രൈഫിഷുകളിൽ നിന്നും പേടിച്ചിട്ട് മുകളിൽ കയറി നിൽക്കാനാണെങ്കിൽ കൂടി നമ്മൾ അതുപോലെ സജ്ജീകരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വലിയ ബ്രൂഡുകൾ കിടക്കുന്ന ടാങ്കുകളിൽ നമ്മളെപ്പോഴും ഇതുപോലെയുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വലകളൊക്കെ വലിയ ബ്രൂഡുകൾ കിടക്കുന്ന ടാങ്കുകളിൽ നിന്ന് ഒഴിവാക്കാനായിട്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കാരണം അതിൽ കെട്ട് പണിയാനും അവർ ഡെഡ് ആവാനൊക്കെ സാധ്യതയാണ്. അതുകൊണ്ട് വലകളൊക്കെ പരമാവധി ബ്രൂഡുകൾ കിടക്കുന്ന ടാങ്കുകളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടി ക്രൈഫിഷുകൾ കിടക്കുന്ന ടാങ്കുകളിൽ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ വലകൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം അവർ ചെറിയ കുട്ടികൾ ഒരു 10-200 മുകളിലൊക്കെ ഉണ്ടാവും. നമുക്ക് വലിയ വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്ക് നിറച്ചു കൊണ്ട് സാധനങ്ങൾ വെക്കേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് വലകൾ മുറിച്ചിട്ട് കഴിഞ്ഞാൽ ചെറിയ ക്രൈഫിഷുകൾക്ക് അതിനെ പറ്റി പിടിച്ച് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ അതായിരിക്കും കൂടുതൽ ബെറ്റർ. ചെറിയ കുട്ടികളുടെ ടാങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ വലകൾ ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വലിയവരുടെ ടാങ്കിൽ വലകൾ ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.